കടകൾക്കൊക്കെ കച്ചവടം കുറവാണല്ലോ. നമ്മളെന്ന് വെച്ചാൽ പിരിവ് വരാതെ വിടത്തില്ല. അത് പിന്നെ പണ്ടേ ഉള്ള ശീലമല്ലയോ? അതെ അതെ. അടുത്ത പ്രിയാണ്ണൻ്റെ കടയാണ്. കണക്കിൽ എന്തെങ്കിലും കിട്ടും. കഴിഞ്ഞ വർഷം നല്ല പിരിവന്ന മനുഷ്യനാ. ഇപ്രാവശ്യം 1000 എങ്കിലും കയറ്റി പിടിക്കണം. വാ. പ്രിയാണ്ണോ? ആ അൻവറേ, ഓ അടുത്ത വാർഷികമായി. അതെണ്ണ ഇത്തവണ കഴിഞ്ഞ വട്ടത്തെ പോലെ ഒന്നും അല്ല കേട്ടോ, ഗില്ലം പരിപാടിയാ. പിന്നെ നമ്മുടെ ക്ലബിനൊരു കെട്ടിടം പണിയാൻ ധാരണയായിട്ടുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ ഓണത്തേക്കാൾ കൂടുതലാണ് അണ്ണലിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അൻവറെ തരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കഴിഞ്ഞ വർഷത്തേക്കാൾ കച്ചവടം വളരെ മോശമാണ്. അയ്യോ അങ്ങനെ പറയല്ലേ പ്രിയണ്ണോ, നിങ്ങളൊക്കെ നമ്മുടെ ഒരു പ്രതീക്ഷ കേട്ടോ. തരത്തിലെന്ന് പറഞ്ഞല്ലോ അതിലെ. കഴിഞ്ഞ പ്രാവശ്യം 2000 രൂപ വന്നത്, ഇപ്രാവശ്യം 2500 ഉണ്ട്. അതുപോലെ ഇതിൽ കൂടുതലാ ഞങ്ങൾ അണ്ണലിൽ നിന്ന് പ്രതീക്ഷിച്ചത്. കുഴപ്പമില്ല. അത് സാരമില്ലളിയാ, പരിപാടി എന്താ കുടിവെള്ളം അണ്ണൻ സ്പോൺസർ ചെയ്തോളും. ഹലോ, ആ മനസ്സിലായി. ഇപ്പോൾ എവിടെ എത്തി? ഞാനും അവിടെ ഉണ്ടല്ലോ. ഒരു ജംഗ്ഷനിൽ തന്നെ ആയിരിക്കും, ഞാൻ അങ്ങോട്ട് വരാം. ആ ശരി ശരി. അന്നൂറെ ഇതൊന്ന് എഴുതി കൊടു, ഞാൻ അങ്ങ് മേടിച്ചു കൊടുത്തിട്ട് വരാം. എവിടെ പോകുന്നു? എന്ത് സാധനം? എൻ്റെ ഇതുപോലൊരു സാധനം ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്തായിരുന്നു. അതുകൊണ്ട് അപ്പം ഞാൻ ജംഗ്ഷനിൽ വന്നിരിക്കുന്നത്. ഞാൻ അത് മേടിച്ച് വീട്ടിൽ കൊടുത്തിട്ട് വരാം. കൊള്ളാം മോനെ, പിരിവ് തരാൻ ഞങ്ങളും. നിങ്ങളൊക്കെ സാധനം വാങ്ങിക്കുന്നത് ഓൺലൈനിൽ നിന്നും നല്ലതാ. അയ്യോ അണ്ണാ, ഞാൻ ഒരു ഓഫറിൽ കണ്ടപ്പോൾ മേടിച്ചാ. ഒന്നുമില്ല, വെറും ചവറ് കോരി 100 രൂപയ്ക്ക് 4 ഒന്ന് കണ്ടപ്പോൾ. അല്ലെങ്കിൽ ഇവിടെ ഒരെണ്ണത് 40 രൂപ ഇല്ലയോ അണ്ണാ? വിട്ടുകള പ്രിയണ്ണ, ഒരു ചവറുപോരിയല്ലയോ? വിട്ട് കളയാൻ പറ്റത്തില്ല എന്ന് പറയാം. നിങ്ങളൊക്കെ എന്ത് പരിപാടി നടത്തിയാലും പിരിവ് തരാൻ ഞങ്ങളെപ്പോലെ കച്ചവടക്കാർ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഓൺലൈൻ ബിസിനസ്സുകാരല്ലോ. എടാ, നീ വാങ്ങിച്ച ചവറൂര് ഇവിടുന്ന് 2 3 വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കച്ചവടക്കാർ ഇത് വില കുറച്ചിട്ടില്ലടാ. അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞല്ല. എങ്ങനെ പറഞ്ഞാലും നിങ്ങളൊക്കെ തൊട്ടടുത്ത് കിടക്കുന്ന കിടക്കാരെ മറന്നിട്ട് ഓൺലൈനിൽ നിന്ന് സാധനം വാങ്ങിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാ. ഞങ്ങൾ കച്ചവടക്കാരും തുറന്നിരിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയാണ്. രാഷ്ട്രീയക്കാരെ ഫണ്ട് പിരിവ്, നിങ്ങളെപ്പോലുള്ള ക്ലബ്ബുകാരെ പിരിവ്, ചാരിറ്റി പിരിവ്, അങ്ങനെ എത്രായിരം രൂപയാണ് ഞങ്ങൾ കച്ചവടക്കാർ ഒരു മാസം കൊടുക്കേണ്ടത് നിങ്ങൾക്ക് അറിയാമോ? എടാ, ഈ നാട്ടിൽ ഏത് പരിപാടി നടത്തിയാലും പിരിവിനെ ആശ്രയിക്കുന്നത് ഞങ്ങളെപ്പോലുള്ള കച്ചവടക്കാരെയാണ്, അല്ല ഓൺലൈൻകാരെയല്ല. അത് മനസ്സിലാക്കണം. പ്രിയണ്ണ സോറി, വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. നിങ്ങളെപ്പോലുള്ളവർ സഹകരിച്ചാൽ ഈ നാട്ടിലെ കച്ചവട സ്ഥാപനങ്ങൾ വരും. അങ്ങനെ വന്നാൽ ഇതുപോലെ ഓരോ കാര്യത്തിന് ചെല്ലുമ്പോഴും അവർ മനസ്സറിഞ്ഞ് സഹായിക്കും.